അനുഗ്രഹീതമായ ഈ പകലിൻ്റെ ധന്യവേളയിൽ ഈ ആത്മീയ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കുന്നത് പോലെ ജീവനുള്ള ദൈവം നമ്മുടെ നടുവിലുണ്ട്. സർവശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. അവൻ തൻ്റെ വിടുതലിൻ്റെ കരം നമുക്ക് വേണ്ടി നീട്ടുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 100 വർഷങ്ങൾക്കപ്പുറം ഒരു പ്രഭാതത്തിൽ വർത്തമാന പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആശ്ചര്യപ്പെടുന്ന ഒരു വാർത്ത കണ്ടു. അത് മറ്റൊന്നായിരുന്നില്ല, നിര്യാതരായവരുടെ കൂട്ടത്തിൽ തൻ്റെ പേരും വിവരങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള തന്നെക്കുറിച്ചുള്ള മരണ വാർത്തയാണ് അദ്ദേഹം വായിക്കുവാനിടയായിരുന്നത്. ഇത് തെറ്റായ രീതിയിൽ ഒരു പത്രത്തിൽ സംഭവിച്ചതായിട്ടുള്ള ഒരു പെശകായിരുന്നു. ആദ്യം അദ്ദേഹം ഒന്ന് ഞെട്ടി. പിന്നീട് ജനങ്ങൾ തന്നെ എത്തരത്തിലാണ് വിലയിരുത്തുവാൻ അറിയുവാനുള്ള ഒരു അഭിവാഞ്ച ജിജ്ഞാസ അദ്ദേഹത്തിനുണ്ടായി. ഓരോ പത്രങ്ങൾ എടുത്ത് അദ്ദേഹം വായിക്കുവാനായിട്ട് ശ്രമിച്ചു. ഒരു പത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: ഡൈനമിക് കിങ് ഡൈസ്. ഡൈനമിറ്റ് കണ്ടുപിടിച്ചതായിട്ടുള്ള മനുഷ്യൻ മരിച്ചു. മറ്റൊരു പത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് മെർച്ചന്റ് ഓഫ് ഡെത്ത്, മരണ വ്യാപാരി അന്തരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പല പത്രങ്ങളും വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ആ വാർത്ത ഇങ്ങനെ നിർമ്മിച്ചു, ആ വാർത്തയെ അവതരിപ്പിച്ചു. അവസാനം ആ വാർത്തയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം ചിന്താഭക്തനായിരുന്ന മനുഷ്യൻ ഇങ്ങനെ തീരുമാനിച്ചു: ഒരിക്കലും ഇങ്ങനെയൊരു മേലെഴുത്തിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെറ്റായ നിലയിൽ, വികലമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ ഈ മേലെഴുത്തുകളെ ഞാൻ മാറ്റി എഴുതും. അങ്ങനെ ഒരു തീരുമാനത്തിൽ ആ മനുഷ്യൻ എത്തിച്ചേർന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഡൈനമിറ്റ് കണ്ടുപിടിച്ച ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ഉന്നത പ്രഭാവനായ അതുല്യ പ്രതിഭയായിരുന്ന ശാസ്ത്രജ്ഞനായിരുന്നു ആ മനുഷ്യൻ. അതിനുശേഷം അദ്ദേഹം ലോകത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് നൽകുന്നതായിട്ടുള്ള നോബൽ സമ്മാനം തൻ്റെ പേരിൽ അദ്ദേഹം ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിജയം വരിച്ചവർക്ക്, നേട്ടങ്ങൾ വരിച്ചവർക്കുള്ള നോബൽ സമ്മാനം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഈ ഒരു തെറ്റായ വാർത്തയാണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത്. തൻ്റെ മരണത്തിൻ്റെ വാർത്തയുടെ മുമ്പിൽ ഇത്തരമൊരു തെറ്റായ പേരിൽ താൻ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുള്ള ദൃഢനിശ്ചയമാണ് ആ മനുഷ്യനെ അത്തരത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് ചില മേലെഴുത്തുകൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ, സമൂഹം, അയൽവക്കം ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ടാകാം. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ളൊരു മേലെഴുത്തോട് ഈ ഭൂമിയിൽ അവസാനിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മേലെഴുത്തുകളെ മാറ്റി എഴുതുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നഷ്ടങ്ങളുടെ പേരിൽ, ക്രൂരതയുടെ പേരിൽ, വിവാദ വിഷയങ്ങളുടെ പേരിൽ, മരണകരമായ അവസ്ഥകളുടെ പേരിൽ നിങ്ങൾ അറിയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നന്മയുടെ പര്യായമായി, സ്നേഹത്തിന്റെ പര്യായമായി, ജീവിത മൂല്യങ്ങളുടെ പര്യായമായി നിങ്ങൾ അറിയപ്പെടുവാനാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താമോ? മദ്യപാനി എന്നുള്ള മേലെഴുത്തിൽ
വഴക്കാളി, ആമീൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തങ്ങളായ നാമവിശേഷങ്ങൾ നമ്മൾക്കുണ്ടാകാം. ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുമോ? ഇനി ഒരിക്കലും അത്തരത്തിൽ അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ആമീൻ, പ്രൈസ് ദി ലോർഡ്, ആമീൻ. നിങ്ങൾ നോക്കുക, ഒരു വഴിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുകയാണ്. ആ മനുഷ്യനെ നോക്കി ഒരു സ്ത്രീരത്നം പറഞ്ഞത് എന്താണെന്നറിയാമോ? നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വാസ്തവമായും ഒരു ദൈവ പുരുഷൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തെ, ആമീൻ, കാണുന്ന ലോകം നിങ്ങളെ വിലയിരുത്തട്ടെ. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്. ആമീൻ. കേവലം ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് ക്രിസ്തുവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ജീവിതം നയിക്കുന്നെങ്കിൽ ഇന്നതിന് ഫുൾ സ്റ്റോപ്പ് ഇടണം. ലോകം എന്നെ എത്തരത്തിൽ വിശേഷിപ്പിച്ചാലും ഇന്ന് ഞാൻ അവസാനിപ്പിച്ച, ആമീൻ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ജീവിതം മറ്റൊരു തരത്തിൽ അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എത്ര പേർ പ്രാർത്ഥിക്കും? നിന്റെ മേലെഴുത്തുകളെ ദൈവം മാറ്റി എഴുതാൻ പോകുകയാണ്. പട്ടണം പാപിനിന്ന് മുദ്രകുത്തിയവൾ, ആമീൻ, ന്യായപ്രമാണപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ടവൾ, ആമീൻ, യേശു പറഞ്ഞു ഇനി പാപം ചെയ്യരുത്. അവളുടെ മേലെഴുത്ത് മാറി, ആമീൻ, അവിടെ പേര് മാറി. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം, ആമീൻ, നിങ്ങളുടെ ഐഡന്റിറ്റി മാറാൻ പോകുകയാണ്. നന്മയുടെ പര്യായമായി നിങ്ങൾ മാറാൻ പോകുകയാണ്. സ്നേഹത്തിന്റെ പര്യായമായി നിങ്ങൾ മാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആലംബഹീനരുടെ അവശരുടെ അത്താണിയായി നിങ്ങൾ മാറാൻ പോകുകയാണ്. അതിനായി ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം. അത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് നമുക്ക് ചുവടുകൾ വെക്കാം. അതിനായിട്ടുള്ള തീരുമാനത്തോടെ നമുക്ക് മടങ്ങി പോകാം.